നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. CPIM അരൂർ ഏരിയ സമ്മേളനം നവംബർ 24-25 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സമ്മേളനത്തോടനുബന്ധിച്ച വിപുലമായ പരിപാടികളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കുത്തിയതോട് NSS ഹാളിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കുഫോസ് സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഇൻ അക്വാറ്റിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷൻ പ്രൊഫസർ VN സഞ്ജീവനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിലും ബൃഹത്തായ കലാകായിക സാംസ്കാരിക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. DYFI ബ്ലോക്ക് കമ്മിറ്റി 22-ന് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. എരവല്ലൂർ ടർഫിലാണ് മത്സരങ്ങൾ നടന്നത്. CPIM ഏരിയ സെക്രട്ടറി PK സാബു ഉദ്ഘാടനം ചെയ്തു. 23-ന് വൈകിട്ട് 3:30-ന് ഫ്യൂഷൻ കൈകൊട്ടിക്കളി നടന്നു. ഒന്നാം സമ്മാനം 7001 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനം 3001 രൂപയും ട്രോഫിയുമാണ്. ഓൺലൈൻ സർഗോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. 15 വയസ്സിൽ താഴെയും മുകളിലുമായി 2 വിഭാഗങ്ങളായാണ് മത്സരം നടക്കുന്നത്. നാടൻപാട്ട്, കവിതാ പാരായണം എന്നീ ഇനങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കാം. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഏകപാത്ര നാടക മത്സരം 23 രാത്രി 7-ന് പൊന്നാമ്പളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ഒന്നാം സമ്മാനം 7001 രൂപയും രണ്ടാം സമ്മാനം 3501 രൂപയുമാണ് നൽകിയിരുന്നത്. നവംബർ 24-ന് S ബാഹുലേൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യും. ഏരിയയിലെ 3126 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച 122 പ്രതിനിധികളും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സാമൂഹ്യ വിഷയങ്ങൾ, ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സമ്മേളനത്തിൽ മത്സ്യ സംസ്കരണ വ്യവസായ മേഖലയിലെ പ്രതിസന്ധി, നെൽകൃഷി വികസനം, ഉയരപ്പാത നിർമ്മാണ പ്രവൃത്തി, മാലിന്യ വിമുക്ത പരിപാടി, ഇതര സംസ്ഥാന തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ, കയർ മേഖല നേരിടുന്ന പ്രതിസന്ധി, അരൂർ മേഖലയിലെ വെള്ളക്കെട്ടിനുള്ള പരിഹാരമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് പ്രതിനിധികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കും. 25-ന് റെഡ് വോളണ്ടിയർ പരേഡോടുകൂടി പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് 5-ന് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനം പൊതുസമ്മേളന വേദിയിൽ വെച്ച് മന്ത്രി കൈമാറും. സമ്മേളനത്തിൽ വെച്ച പാർട്ടിയുടെ കീഴിലുള്ള അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകിയ എരമല്ലൂർ സ്വദേശി KA പീറ്ററിനെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും. ടൈം ന്യൂസ്.